നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്ത് 3 to 6 കാറ്റഗറിയിലുള്ള കുട്ടികളെയൊക്കെ തന്നെ രജിസ്ട്രേഷൻ ഉറപ്പാക്കാറുണ്ട്. അതിൽ അംഗൻവാടിയിൽ വരുന്ന കുട്ടികളുണ്ട്, അംഗൻവാടിയിൽ വരാത്ത കുട്ടികളുണ്ട്. ഇതിൽ അംഗൻവാടിയിൽ വരുന്ന കുട്ടികളെ പ്രീ സ്കൂൾ കുട്ടികളായിട്ടും അംഗൻവാടിയിൽ വരാത്ത കുട്ടികളെ സ്കൂൾ ഗോയിങ് കുട്ടികളായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാറുണ്ട്. എന്നാൽ പോർഷൻ ട്രാക്കറിനകത്ത് 3 to 6 കാറ്റഗറിയിലുള്ള മുഴുവൻ കുട്ടികളുടെയും ആധാർ രജിസ്ട്രേഷനുകൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്കൊക്കെ ആധാർ ID സൃഷ്ടിക്കേണ്ടതുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ടീച്ചേഴ്സ് ഇത്തരത്തിൽ കുട്ടികളുടെ ആധാർ ഉപയോഗപ്പെടുത്തി ആധാർ ID ഉണ്ടാക്കുന്ന സമയം, അല്ലെങ്കിൽ അമ്മയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാർ മാറ്റി കുട്ടിയുടെ ആധാറിലേക്ക് മാറ്റുന്ന സമയം ആധാർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന ഈ എറർ സന്ദേശം പല ടീച്ചേഴ്സിനും ബുദ്ധിമുട്ടാവുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എറർ സന്ദേശം വരുന്നത്? ഇത് മറികടക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കൃത്യമായി അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, അംഗൻവാടിയിൽ വരുന്ന പ്രീ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ കുട്ടികൾക്കും അംഗൻവാടിയിലൂടെ സേവനങ്ങൾ തുടരണമെങ്കിൽ ആധാറിൽ അധിഷ്ഠിതമാവണം. കുട്ടികൾക്ക് വേണ്ടി ഒരിളവ് കിട്ടിയത് കുട്ടിയുടെ ആധാറിന് പകരം അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അംഗൻവാടി സേവനങ്ങൾ മുടക്കം കൂടാതെ നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കും. എന്നാൽ 3 to 6 കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് അവരുടെ ആധാർ ID ഉൾപ്പെടെയുള്ള സേവനങ്ങൾ കൊടുക്കണമെങ്കിൽ ആ കുട്ടിക്ക് തന്നെ ആധാർ ഉണ്ടാവണം. ആ കുട്ടിയുടെ സ്വന്തം പേരിലുള്ള ആധാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കണം അവരുടെ രജിസ്ട്രേഷനുകൾ ഉറപ്പാക്കേണ്ടതും അവർക്കുള്ള ആധാർ ID പോലെയുള്ള സേവനങ്ങൾ നമുക്ക് കൊടുക്കാനും കഴിയുക. അപ്പോൾ ആ സാഹചര്യം നമുക്കറിയാം. തുടക്കകാലങ്ങളിലൊക്കെ പോർഷൻ ട്രാക്കറിൽ 3 to 6 കുട്ടികളെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അമ്മയുടെ അച്ഛൻ്റെ രക്ഷിതാവിൻ്റെയൊക്കെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടായിരുന്നു. എന്നാൽ ആധാർ ID സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ആ കുട്ടിക്ക് സ്വന്തം പേരിൽ ആധാർ വേണം. ഇത്തരത്തിൽ ആധാറുകളൊക്കെ എടുത്തു വന്ന് പോർഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയം പല ടീച്ചേഴ്സിനും ആധാർ ഓൾറെഡി എക്സിസ്റ്റ് എന്നുള്ള എറർ സന്ദേശമാണ് കാണുന്നത്. ഇത്തരം സാഹചര്യം വരുന്നത് കൃത്യമായി അറിഞ്ഞിരിക്കുക. പോർഷൻ ട്രാക്കറിനകത്ത് തുടക്കത്തിൽ ആ കുട്ടിയുടെ രജിസ്ട്രേഷൻ സാധ്യമാക്കിയത് ടീച്ചർ ആ കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കും. എന്നാൽ മറ്റു സെൻറ്ററുകളിൽ ഈ കുട്ടിയുടെ ആധാർ ഉപയോഗപ്പെടുത്തിയിട്ട് വീണ്ടും ഈ കുട്ടിയുടെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും. ആ സാഹചര്യത്തിൽ വരുമ്പോൾ പോർഷൻ ട്രാക്കർ എന്ന സിസ്റ്റത്തിനകത്ത് ഈ കുട്ടിയുടെ ആധാർ ഓൾറെഡി നിലവിലുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടീച്ചറുടെ സെൻറ്ററിലും അമ്മയുടെ പേരിൽ ആ കുട്ടി കിടക്കുന്നുണ്ട്, മറ്റു സെൻറ്ററിൽ ആ കുട്ടിയുടെ സ്വന്തം പേരിലുള്ള ആധാർ ഉപയോഗപ്പെടുത്തി രജിസ്റ്റേർഡുമാണ്. ഇത്തരത്തിൽ 2 ഭാഗത്ത് ഈ കുട്ടി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത്. ഈ സാഹചര്യമാണ് നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത്. നിലവിൽ ഒരു ഗുണഭോക്താവിന് ഒരു അംഗനവാടിയിൽ നിന്ന് മാത്രമേ ഏത് തരത്തിലുള്ള സേവനങ്ങളാണെങ്കിലും സ്വീകരിക്കാൻ പാടുകയുള്ളൂ. ആ സാഹചര്യത്തിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ കുട്ടി ഏത് സെൻറ്ററിലാണ് ഈ കുട്ടിയുടെ ആധാർ ഉപയോഗപ്പെടുത്തി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തിരിച്ചറിയണം. അതിന് നമുക്കൊരു വഴി മാത്രമേ ഉള്ളൂ. നമ്മൾ പോർഷൻ ട്രാക്കർ ഒന്ന് ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലാദ്യം കാണുന്നത് അംഗൻവാടി വർക്കർക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ, രണ്ടാമത് സൂപ്പർവൈസർ CDPക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ, മൂന്നാമത് കാണുന്നതാണ് സിറ്റിസൺ ലോഗിൻ. ഈ സിറ്റിസൺ ലോഗിൻ ക്ലിക്ക് ചെയ്ത് ആ കുട്ടിയുടെ രജിസ്ട്രേഷൻ ഉറപ്പാക്കുന്നതിന് ഏത് ഫോൺ നമ്പർ ആയിരിക്കുമോ അത് തിരക്കി ആ ഗുണഭോക്താവിൻ്റെ രക്ഷിതാക്കളിൽ നിന്ന് ആ മൊബൈൽ നമ്പർ വാങ്ങി ഈ ഭാഗത്ത് എൻ്റർ ചെയ്ത് ആ OTP അവരിലേക്ക് പോവും. ആ OTP അവരിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പ്രൊഫൈൽ കാർഡ് ഓപ്പൺ ആയിട്ട് വരും. ഇത് ബെനിഫിഷ്യറി സിറ്റിസൺ ലോഗിനിലൂടെയാണ് കാണാൻ കഴിയുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആ മൊബൈൽ നമ്പർ ഉപയോഗപ്പെടുത്തി ഈ കുട്ടിയുടെ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ നമ്പറിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത നമ്പർ പരീക്ഷിക്കണം. ഒന്നില്ലെങ്കിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ മൊബൈൽ നമ്പർ ആയിരിക്കും കൂടുതലായിട്ട് പോർഷൻ ട്രാക്കർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ആ നമ്പർ ഉപയോഗപ്പെടുത്തി ചെക്ക് ചെയ്യുന്ന സമയം ഇത്തരത്തിൽ ഈ കുട്ടിയെ ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗം ഈ അംഗനവാടിയുടെ പേരാണ്. തൊട്ട് താഴെ കാണുന്ന ഈ അംഗനവാടിയുടെ പേര് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിലവിൽ നിങ്ങളുടെ അംഗനവാടിയിലുള്ള പേരായിരിക്കില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് ഈ കുട്ടിയുടെ അമ്മയുടെ ആധാർ ഉപയോഗപ്പെടുത്തി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബെനിഫിഷ്യറി നിങ്ങളുടെ പോർഷൻ ട്രാക്കറിനകത്തുണ്ടാവും. എന്നാൽ കുട്ടിയുടെ സ്വന്തം പേരിലുള്ള ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി മറ്റ് സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ സാഹചര്യമാണ് ടീച്ചർ ആദ്യം തിരിച്ചറിയേണ്ടത്. ഇത്തരത്തിൽ ഒരു രജിസ്ട്രേഷൻ കണ്ടു കഴിഞ്ഞാൽ ഇനി ടീച്ചർ ചെയ്യേണ്ടത് കൃത്യമായി അറിഞ്ഞിരിക്കുക. ടീച്ചർ വീണ്ടും പോർഷൻ ട്രാക്കർ ഒന്ന് ലോഗൗട്ട് ചെയ്ത് ടീച്ചറുടെ ലോഗിനിൽ പോർഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മോർ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക.
ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ AWC മൈഗ്രേഷൻ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. AWC മൈഗ്രേഷൻ ക്ലിക്ക് ചെയ്ത് ആ കുട്ടിയുടെ മൊബൈൽ നമ്പറും അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും ആധാർ നമ്പറും ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുത്തു കഴിഞ്ഞ് ആ OTP ഒക്കെ സ്വീകരിച്ച് മൈഗ്രേറ്റും വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ സെൻറ്ററിൽ നിന്നും ആ കുട്ടി ടീച്ചറുടെ സെൻറ്ററിലോട്ട് വരും. കൃത്യമായി അറിഞ്ഞിരിക്കുക. ഇത്തരത്തിൽ 2 പ്രൊഫൈലായിരിക്കും പിന്നീട് ടീച്ചർക്ക് 3 to 6 കാറ്റഗറിയിൽ കാണുക. ഇത് രണ്ടും ഒരു കുട്ടിയാണ്. അപ്പോൾ നിലവിൽ കുട്ടിയുടെ ആധാറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു പേര് അവിടെ നിലനിർത്തുക. പകരം അമ്മയുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ വിവരം ടീച്ചർക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി ആയിട്ട് അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ബ്ലോക്ക് സ്റ്റാഫുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഡിലീഷൻ ഉറപ്പാക്കി തരും. കുട്ടിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ആധാർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആ കുട്ടിയെ ആ ഭാഗത്ത് നിലനിർത്തി ആ കുട്ടിക്ക് തുടർന്ന് ടീച്ചർക്ക് ആധാർ ID ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ആധാർ ID ഉണ്ടാക്കുന്നതിന് കുട്ടിയുടെ പ്രൊഫൈൽ കാർഡ് നേരെ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ഓർ റിട്രീവ് ആധാർ ID എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയം അവിടെ നിങ്ങൾക്ക് ആക്റ്റീവായിട്ടുള്ള ആധാർ ID ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ആധാറിലുള്ള മുഴുവൻ കാര്യങ്ങളും കാണും. തൊട്ട് താഴെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെയോ കൺസെൻറ്റ് പ്രകാരം അവരുടെ ആധാർ നമ്പറും പേരും കൃത്യമായി എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ആധാർ ID ക്രിയേറ്റ് ചെയ്ത് വരും. ഇങ്ങനെയാണ് ആധാർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണുന്ന എറർ സന്ദേശം മറികടക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് കൃത്യമായി അറിഞ്ഞിരിക്കുക. ആധാർ ആണെങ്കിലും നിലവിൽ വേറെ സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ടീച്ചറുടെ സെൻറ്ററിൽ ആധാർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന എറർ സന്ദേശം കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അത് മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് ഞാൻ വിവരിച്ചതൊക്കെ. കൃത്യമായി ഇത് പ്രകാരം ചെയ്ത് യഥാർത്ഥമായിട്ടുള്ള ഗുണഭോക്താവിന് യഥാർത്ഥമായിട്ടുള്ള സെൻറ്ററിൽ നിന്ന് തന്നെ നിങ്ങളുടെ സേവനങ്ങൾ തുടരുവാൻ സാധിക്കുമെന്നുള്ളതാണ്. കൃത്യമായി മനസ്സിലാക്കി മറ്റുള്ള ടീച്ചേഴ്സിന് കൂടി ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള എല്ലാ എറേഴ്സും നിസ്സാരമായി അനായാസം നമുക്ക് മറികടക്കാൻ സാധിക്കുന്നതിന് നിങ്ങൾ നമ്മളുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ടീച്ചർമാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്